അതാ ഇവരുടെ നിലപാടല്ല. ഇന്ന് അദ്ദേഹം എങ്ങനെ മാറും? ഗവൺമെൻറ് നിലപാടല്ലേ, പിന്നെ എങ്ങനെ മാറാൻ പറ്റും? ഏത് രൂപത്തിൽ മാറാൻ പറ്റും? ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, ഒരു ഇൻവെസ്റ്ററെ കാണാൻ ഒരു രഹസ്യയാത്ര വന്നില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്ററെ കാണണമെങ്കിൽ ആ ഹെലികോപ്റ്റർ സ്ഥലം ഉണ്ടല്ലോ. വ്യവസായ മന്ത്രി ഇപ്പുറത്തിരുത്താം, ചീഫ് സെക്രട്ടറി കൂടി ഇരുത്താം, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇരുത്താം, IT സെക്രട്ടറി, 4-5 സീറ്റ് ഉണ്ടല്ലോ, അവരെയും കൂടി കൊണ്ടുപോയിട്ടല്ലേ. അപ്പോൾ എവിടെ മടന്നു? ഇപ്പോൾ ഈ ദുരൂഹതയാകെ ശക്തിപ്പെടല്ലേ. സാധാരണ ഏത് മന്ത്രി സഞ്ചരിക്കുമ്പോഴും അത് പ്രോഗ്രാം ലിസ്റ്റിനകത്ത് വരുമല്ലോ. ഇനിയിപ്പോൾ ഇൻവെസ്റ്ററെ കാണേണ്ടി വന്നു, എവിടെ കണ്ടു? ഇനി ഇൻവെസ്റ്ററുടെ പേര് വേണ്ട, ഇന്ന സ്ഥലത്ത്, ആ പ്രോഗ്രാം കാണുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ജനങ്ങളെ ആകെ വഞ്ചിക്കുകയും അപമാനിക്കുകയും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റായി മാറി. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പ്രൊജക്ട് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്ന് അതിനകത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിൽ ആരംഭിച്ച EOEകൾ MOUകൾ പ്രൊജക്റ്റിലേക്കായി മാറിക്കൊണ്ടിരിക്കുമോ എന്നുള്ളത് അഭിമാനപൂർവ്വം അതിനകത്ത് വരുന്നുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ കാണുമ്പോൾ അന്നത്തെ പ്രൊജക്റ്റുകളെല്ലാം ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഘട്ടത്തിലും. അത് എൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്കും അറിയാം. ഇപ്പോൾ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ ശക്തിപ്പെടുത്താതെ ഈ നിക്ഷേപകരൊക്കെ രഹസ്യമായി വന്ന് നിഗൂഢമായി പ്രവർത്തിക്കുന്നവരാണെന്ന് വന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? സാധാരണ അവർ നമ്മളോട് അപ്പോയിൻമെൻറ്റ് ചോദിക്കും. ഞങ്ങളുടെ സമയത്ത് മീറ്റ് ദ ഇൻവെസ്റ്റർ എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ ഞങ്ങൾ എൻ്റെ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളതാണ്. അവിടെ എല്ലാ സെക്രട്ടറിമാരും, KSIDC ചെയർമാൻ, MD, കിൻഫ്ര MD ചെയർമാൻ, ഇവരെല്ലാവരും ഇരുന്നിട്ട് ഇൻവെസ്റ്ററോട് പ്രപ്പോസൽ വയ്ക്കാൻ പറയും. നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ടാറ്റാമി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു 3-4 മാസത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞങ്ങൾ അങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, അതിനനുസരിച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആദ്യം ടാറ്റയുടെ പറഞ്ഞ് കുറച്ച് അപകടം ചെയ്തു. 2, ഇപ്പോൾ ഇൻവെസ്റ്റർമാരെല്ലാം വളരെ രഹസ്യമായിട്ട് വരുന്നവരാണ്. മറ്റ് സ്റ്റേറ്റ് വരുമ്പോഴേക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി രഹസ്യമായി കാണുന്നുണ്ട്, നേരിട്ട് കാണുന്നതല്ല എന്ന് വന്നാൽ അതും നല്ല മെസ്സേജ് നൽകില്ല. കണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു നുണ പറഞ്ഞാൽ അതുമ്പോൾ പിടിച്ചു വയ്ക്കാൻ 1000 നുണ പറയേണ്ടി വരുമെന്നുള്ളത് പണ്ടത്തെ ആൾ വായിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ സമയത്ത് തുടങ്ങിയിട്ടുള്ള ആ ഇൻവെസ്റ്റ് സമ്മിറ്റിൻ്റെ പ്രൊജക്റ്റുകൾ തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അതെടുത്തവർക്ക് പറയാം, ഇത്രയും വന്നിട്ടുണ്ട്, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് പറ്റുന്ന വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗിക പോർട്ടലുകളിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്.